ജോബി സൈസിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പുതിയൊരു ട്രിപ്പാണ്. നമ്മൾ പുതിയ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം പുതിയ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ട്രിപ്പ് പോകുന്നത് അമേരിക്കയിലോട്ടാണ്. അമേരിക്കയിലെ മയാമിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. മയാമിയിൽ നിന്ന് ഒർലാൻഡോ, അങ്ങനെ ഒരു 3 days അവിടെ. അതിനുശേഷം നമ്മൾ മയാമിയിലോട്ട് തിരിച്ചു വന്ന് അവിടെ നിന്ന് ക്രൂസ് പോവുകയാണ്. ഒരു 7 days മെക്സിക്കോ, ജമൈക്ക, കോക്കെ ഐലൻഡ്, അങ്ങനെ തിരിച്ച് മയാമിയിൽ വരും. അതാണ് നമ്മുടെ ഒരു 12 days ട്രിപ്പാണ്. അപ്പോൾ ബാക്കി വീഡിയോസ് വഴിയെ കാണാം. സ്റ്റേ ട്യൂൺ. മൈക്കിൾ, പോകാൻ റെഡിയായോ? ആണോ? ഓക്കെ, നമുക്കിനി ഹീത്രൂവിലോട്ട് 2-2.5 മണിക്കൂർ ട്രാവൽ ചെയ്യണം. ഹീത്രൂ നിന്നാണ് നമ്മൾ മിയാമിക്ക് പോകുന്നത്. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് റെഡി ആയിട്ടുണ്ട് 10-14 ഡേയ്സിനുള്ളത്. മാത്യൂസ്, ആർ യു റെഡി? അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ വന്നു, ചെക്കിനെല്ലാം ചെയ്തു, രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടീമുകളെല്ലാവരെയും പരിചയപ്പെട്ടൊന്നുമല്ല, എല്ലാവരെയും മീറ്റ് ചെയ്തു. ഇവിടെ ഇരിപ്പുണ്ട്. ഈ പ്രാവശ്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര ആൾക്കാരില്ല കേട്ടോ. ബേബി ചേട്ടനും ചേച്ചിയുണ്ട്, പിന്നെ ലിയോസ് ഉണ്ട്, ലിയോസിൻ്റെ വൈഫുണ്ട്, പിള്ളേരുമുണ്ട്. ഇത്രയും പേരാണ് ഞങ്ങളുള്ളൂ. അതായത് 3 ഫാമിലിയാണുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ വഴിയിൽ കാണാം. നമ്മുടെ ഫ്ലൈറ്റിൽ കിടക്കണതാണ്. നമ്മൾ പോകാറായി, ചെക്കിന് കഴിഞ്ഞ് ഇങ്ങനെ വന്ന് നിൽക്കുവാണ്. നമ്മുടെ എന്നാ പറയണേ, ലഗേജൊന്നും കാര്യമായിട്ട് കയറ്റാനില്ലാത്തതുകൊണ്ട് നമുക്ക് ഒത്തിരി സമയം എടുത്തില്ല. ഇവിടുന്ന് 10 hours ഉണ്ട്. 10 hours ഫ്ലൈറ്റ് കാണിക്കുന്നത്. സ്ട്രെയിറ്റ് ഫ്ലൈറ്റാണ്, ഒറ്റ ഫ്ലൈറ്റാട്ടോ. നമ്മൾ സ്ട്രെയിറ്റ് ടിക്കറ്റ് എടുത്തേ ഹീത്രൂന്ന് നേരെ മയാമിക്ക്. അത് എളുപ്പം. നമുക്കെല്ലാവർക്കും സീറ്റ് അടുപ്പിച്ചൊക്കെയാണ് കിട്ടിയേക്കണേ. അവിടെ ക്യാപ്റ്റൻ ഇരുന്ന് ഇരിക്കണ കാണാമോ? ഇതുണ്ടോ? എനിക്കിവിടെ നോക്കുമ്പോൾ കാണാം, വൈറ്റ് ഷർട്ട് ഇട്ടിരിക്കുന്നത് നമ്മുടെ ക്യാപ്റ്റനാണ്. അത്യാവശ്യം വലിയ ഫ്ലൈറ്റാണ് നമ്മുടെ ഫ്ലൈറ്റ്. 10 മണിക്കൂറുണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞെങ്കിലും നമ്മുടെ ഫ്ലൈറ്റ് ഏകദേശം 8 മണിക്കൂർ 50 മിനിറ്റുള്ളേ. നമ്മുടെ ഏകദേശം 9 മണിക്കൂർ കൊണ്ട് നമ്മൾ എത്തുന്നുണ്ട്. 1 മണിക്കൂർ നേരത്തെ നമ്മൾ മയാമിയിൽ എത്തുന്നുണ്ട്. പിന്നെ ഈ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് ആദ്യം കണ്ടില്ലേ, അപ്പോൾ അത്രയും വീതിയില്ല, പക്ഷേ നീളമുണ്ട്, നല്ല നീളമുണ്ട്, നല്ല ലെങ്തിയാണ്. അങ്ങനെ നോക്കുമ്പോൾ അങ്ങ് ബാക്കിലോട്ട് കഴിഞ്ഞിട്ടുണ്ട്. നല്ല അത്യാവശ്യം ഫുള്ളാണ്, ഒരു സീറ്റ് പോലും ബാക്കിയില്ല. ഉണ്ടാവും ബാക്കിലോട്ട് നോക്കുമ്പോൾ ഫുള്ള് ഇതുണ്ട്. പിന്നെ ലെഗ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഗ് സ്പേസും അത്യാവശ്യമുണ്ട്. വലിയ പ്രോബ്ലം ഒന്നുമില്ല. നമ്മുടെ നാട്ടിൽ എയർ ഇന്ത്യക്കൊക്കെ വരുന്നത് അല്ലെങ്കിൽ എമിറേറ്റ്സിനൊക്കെ പോകുന്ന പോലെ ഉണ്ട്. അത്ര കൺജസ്റ്റഡ് അല്ല. ഇനി നമ്മൾ എത്താറായിട്ടോ. സ്ക്രീനിൽ നമ്മൾ മിയാമി കാണിക്കാൻ തുടങ്ങി. മയാമിയിലോട്ട് എത്താൻ ഇനി 1 മണിക്കൂർ 6 മിനിറ്റുള്ളൂ. അതായി. പിന്നെ ഇതിൻ്റെ അകത്ത് ഫുഡ് ഉണ്ടായിരുന്നു. കാരണം സാധാരണ ഇടയ്ക്ക് വരുമ്പോൾ ഈ എന്നാ പറയണ ബജറ്റ് ഫ്ലൈറ്റ് പോലെയുള്ളതായിരിക്കും. അതിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു നേരം ഫുഡൊക്കെ കിട്ടുള്ളൂ. ഇതിൽ ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു, ഫുഡ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. നമ്മൾ കണ്ടിന്യൂസ് ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ എന്നാ പറയണേ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഫുഡ് കഴിക്കണതൊക്കെ എടുക്കണതുകൊണ്ട് ഞാൻ എടുക്കാത്തതാണ്. ഇപ്പോഴും നമുക്കിനി എന്തോരുണ്ട്, 1 മണിക്കൂർ 6 മിനിറ്റ് ഉണ്ട് ഈ സ്ക്രീനിങ് കാണിക്കുന്നതനുസരിച്ച്. ലോക്കൽ ടൈം നമ്മൾ 2:14 അവിടെ എത്തുന്നത്. അവിടെ എത്തുന്നല്ല, ഇനി ഇപ്പോഴത്തെ സമയം 3:20 നമ്മളവിടെ എത്തും. എസ്റ്റിമേറ്റഡ് ടൈം അതാണ്, 1 മണിക്കൂർ 5 മിനിറ്റ്. മിയാമിയിൽ ആഫ്റ്റർനൂണാണ് ചെല്ലുന്നത്. 2:15 നമ്മളെത്തും, അതാണ് കാണിക്കുന്നത്. അതുപോലെ സ്ക്രീനിങ് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തെ ടെമ്പറേച്ചറാണ് -63 ഡിഗ്രിയാണ്. അപ്പോൾ അത്രയും ഹൈറ്റിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ അറ്റ്ലാന്റിക് ഓഷൻ്റെ അറ്റ്ലാന്റിക് ഓഷൻ എന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മളിപ്പോൾ അമേരിക്കയുടെ സൈഡ് എത്തിയല്ലോ. അതുകൊണ്ട് അറ്റ്ലാന്റിക് ഓഷൻ ക്രോസ് ചെയ്ത് വേണം നമ്മൾ UK ഇങ്ങോട്ട് വരാൻ.
ഇനി നമ്മൾ എത്താനുള്ളതെന്ന് പറഞ്ഞാൽ ഏകദേശം 527 മൈലും കൂടെ ഉള്ളൂ. അത് 1 മണിക്കൂറിന് എത്തും. കാരണം നമ്മളിപ്പോൾ ഫ്ലൈ ചെയ്യുന്നത് 500 സംതിങ് മൈൽ സ്പീഡിലാണ് ഇപ്പോൾ നമ്മൾ ഫ്ലൈ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് അത്ര സമയത്തിന് എത്തുമായിരിക്കും. എല്ലാവരും ഓക്കെ ആയിരുന്നു, നല്ലതായിരുന്നു. അതായത് ഒരു മെയിൻ ലഞ്ച് ഉണ്ടായിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് സ്നാക്സ് ഉണ്ടായിരുന്നു. സ്നാക്സ് കിട്ടിയത് ഐസ്ക്രീമൊക്കെ ആണ് വന്നേ. അതുകൊണ്ട് നല്ലതായിരുന്നു. എൻ്റെ അടുത്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് വിൻഡോ സീറ്റല്ല കിട്ടിയത്. അതുകൊണ്ട് ലാൻഡ് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് അറിയില്ല. അപ്പോൾ അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കേണ്ടി വരും, വീഡിയോ ഒന്ന് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു നോക്കാം അവിടെ ചെന്ന് കഴിയുമ്പോൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാൻഡ് ചെയ്യണം, താഴത്തോട്ടുള്ള വ്യൂവും കൂടെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവാണ്. നമ്മൾ മയാമിയിലെത്തി. ലാൻഡ് ചെയ്യാൻ ഇനി 5 മിനിറ്റ്സ് ഉള്ളൂ. ഇപ്പം ഞാൻ ഇരിക്കുന്ന ഈ വിൻഡോ സൈഡല്ല, മിഡിൽ സീറ്റാണ്. എൻ്റെ അപ്പുറം ആൾക്കാരുണ്ട്. അതിൻ്റെ അകത്ത് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്പുറം ആൾക്കാരുള്ളതല്ല ആണ് പ്രോബ്ലം. ഞാൻ കറക്റ്റ് നമ്മുടെ വിമാനത്തിൻ്റെ വിങ്സിൻ്റെ മുകളിൽ, അതായത് ചിറകിൻ്റെ മുകളിലാണ്. താഴത്തോട്ടുള്ള വ്യൂ ഭയങ്കര പരിമിതമാണ്. പിന്നെ ആ വ്യൂ കിട്ടുമെന്ന് നോക്കാം. അടുത്തിരിക്കാനുള്ളവർ വീഡിയോ എടുക്കാൻ പറയാം. അതാ രക്ഷയുള്ളൂ. താഴത്തോട്ട് നോക്കിയാൽ കുട്ടനാട് പോലെ ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ കാണാവേ. എല്ലാം മയാമിയുടെ ഭാഗമാണ്. മറ്റേ പോഷ് കെട്ടിടങ്ങളും വില്ലകളും ഒക്കെയാണ്. ഒക്കെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് വെള്ളം ചുറ്റപ്പെട്ട സ്ഥലമാണ് മൊത്തം. പക്ഷേ കുട്ടനാട് പോലെ ഒറ്റ നില കെട്ടിടങ്ങളൊന്നുമല്ല, ഭയങ്കര 10-15 നില കെട്ടിടങ്ങളാണ്. ഇതെല്ലാം കോടീശ്വരന്മാർ ഇതാണ്. അതിൻ്റെ ഇടയ്ക്കൂടെ ഷിപ്പുകളുണ്ട്, വലിയ ക്രൂസുകളുണ്ട്. നമ്മൾ നാളെ പോകുമ്പോൾ ക്രൂസൊക്കെ ഇതിൽ നിന്നുണ്ടാവണതാണ്. ആ ക്രൂസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്രൂസ് തന്നെയുണ്ട് 8-10 നിലയൊക്കെ ഉണ്ട്. വേൾഡിലെ ലാർജസ്റ്റ് ക്രൂസിലാണ് നമ്മൾ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ പോകുന്നത്. കരീബിയൻ ക്രൂസാണത്. ഇപ്പോൾ താഴത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള എന്നാ പറയണത്, നമ്മുടെ മിയാമി എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ കേരളം പോലെ കടലിലോട്ട് ഇറങ്ങി ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു ദ്വീപെന്ന് പറയാൻ പറ്റില്ല, ഒരു വാലറ്റാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കപ്പലുകളെല്ലാം അടുക്കാൻ ഭയങ്കര ഈസിയാണ്. മാത്രമല്ല ഇത് US ഗവൺമെൻറ് ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മുടെ ആലപ്പുഴ ഒക്കെ അല്ലെങ്കിൽ കൊച്ചി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെയാണ് ആക്സസ് ഉള്ളത്. പക്ഷേ അതിൻ്റെ ഒരു 100 ഇരട്ടി ഇവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ടൂറിസത്തിന് വേണ്ടി. അപ്പോൾ നമ്മൾ പോകുന്ന ഈ ഫ്ലൈറ്റിൽ തന്നെ ഇവിടെ വന്നേക്കണം ഞാൻ പരിചയപ്പെട്ടവരെല്ലാം ഈ മിയാമിയിലോട്ട് ടൂറിസ്റ്റായിട്ട് വന്നവരാണ്. അല്ലാണ്ട് ഇവിടെ ബിസിനസ് നടത്തുന്നവരോ അല്ലെങ്കിൽ അതൊക്കെ വളരെ വിരളാവുന്ന ആൾക്കാരുള്ളൂ. കണ്ടോ, നല്ല കണ്ടം വെട്ടി പോലെ കിടക്കണം. നമ്മൾ മിയാമി എയർപോർട്ടിലോട്ട് ഇപ്പോൾ ലാൻഡ് ചെയ്യാൻ പോവാണ്. താഴെ കാണുന്നതാണ് അതിൻ്റെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ. ഇനി ഇവിടുത്തെ അതെ ലാൻഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ടച്ച് ഡൗൺ ചെയ്യും. റോഡുകളും കാര്യങ്ങളും എല്ലാം കാണാമല്ലോ അല്ലേ. നമ്മൾ ടച്ച് ഡൗൺ ചെയ്തു. ഓക്കെ, അങ്ങനെ മിയാമിയിൽ നമ്മൾ ലാൻഡ് ചെയ്തു.